ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ അതിനു വേണ്ടി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള അതൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഉറക്കമില്ലാത്ത ഒരു രാത്രിയാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടെ പൊങ്കാലയ്ക്ക് പോകുന്ന എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും രാത്രിയിലിരുന്ന് എല്ലാം രാവിലെ വെളുപ്പിനെ പോകുന്നവരെല്ലാവരും രാത്രിയിൽ ഉറങ്ങാതിരുന്ന് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു 4-5 വർഷമായിട്ട് വീട്ടിലായിരുന്നു പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. അതിന് മുമ്പിട്ട് അമ്പലത്തിൽ പോയി തലേ ദിവസമേ അമ്പലത്തിൽ പോയി നിന്നിട്ട് പിറ്റേ ദിവസം പൊങ്കാല ഇട്ടിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അമ്പലത്തിൽ പോയി ഇടാമെന്ന് വിചാരിച്ച്. അമ്പലത്തിലാണെങ്കിലും ആറ്റുകാൽ പോയി ഇടാൻ പറ്റത്തില്ല. റോഡിലെവിടെയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് നമ്മൾ പൊങ്കാല ഇടാൻ പോകുന്നത്. ഇനി ശ്രീകണ്ഠേശ്വരത്താണ് ഇപ്പം ഞാൻ പോകുന്നവരൊക്കെ നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് ഇടാമെന്നാണ് പറഞ്ഞത്. രാവിലെ 2:30ക്കാണ് പോകുന്നത്. അപ്പോൾ അപ്പോഴേക്ക് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തെരളി ഇല്ലായിരുന്നു, തെരളി ഇല. അതുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി ഇല പറിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഓലയും വാഴയിലയൊക്കെ ഞാൻ നേരത്തെ വെട്ടി വെച്ചിരുന്നു. ഇന്നാണ് അച്ഛൻ എത്തിയത്. അന്നേരം അച്ഛനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് പോയായിരുന്നു. ആ സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു, ഇലകളെല്ലാം പറിച്ച് റെഡിയാക്കി കൊണ്ടുവച്ചു. കഴുകിയിട്ടില്ലായിരുന്നു ഇലകളൊക്കെ. പിന്നെ നമ്മളിപ്പോൾ രാത്രിയിൽ ഒരു 8:30, 8:45 ആയപ്പോഴാണ് എത്തിയത്. അതിനുശേഷം വന്നിട്ടാണ് ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇനി രാത്രിയിലിരുന്ന് ഇതൊക്കെ ചീകി എല്ലാം റെഡിയാക്കി കൊണ്ടുപോകാനുള്ളതെല്ലാം നേരത്തെ കഴുകി വന്നപ്പം ഇലയൊക്കെ കഴുകി വെച്ചിരുന്നു. അതൊക്കെ വീണ്ടും ഒന്ന് കുടഞ്ഞ് ഒരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ ഇനി ഇല വെട്ടി വെച്ചിട്ടുണ്ട്, വാഴയില. ആ വാഴയിലയിൽ വലുതായിട്ടാണ് വെട്ടി വെച്ചേക്കുന്നത്. കഴുകി മുറ്റത്ത് വെച്ചേക്കുകയാണ്. ഇനി അതിനെയും കൂടെ വെട്ടിയൊന്ന് റെഡിയാക്കണം. എല്ലാവരും കിടക്കാൻ തുടങ്ങി. തമ്പുരും ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനും കൂടെ ചെന്നിട്ടേ കിടക്കുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പോയി കിടക്കാൻ പറഞ്ഞു. ഇനി കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ നിന്നിട്ട് ഉറക്കമൊക്കെ വരുമ്പം താനേ പോയി കിടന്നോളൂ. അങ്ങനെ ഇലകളെല്ലാം റെഡിയാക്കി വെച്ചു. വാഴയില ഇതുപോലെ മുറിച്ചെടുത്ത് അതിനെ ഒന്ന് മടക്കി, പൊട്ടാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് മടക്കി പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നല്ലതായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് ഇനി ശർക്കര ചീകണം, അരിയൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ സമയം ഒരു 2 മണി ആവാറായി. അപ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയായി ഷോപ്പറിലെല്ലാം എടുത്തു വെച്ചു. ഞാനതിനെ ഒന്ന് എടുത്തു നോക്കിയതാണ്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. അതിലെനിക്ക് പാത്രങ്ങളൊക്കെ കൂടുതലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇവിടെ വന്നായിരുന്നു. ചേച്ചിയുടെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇതേപോലെ എനിക്കൊരു പാത്രം കൂടെ അത് ആ ഷോപ്പറിലോട്ട് വെക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ചേച്ചി വെക്കാമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ആ ചേച്ചി വന്ന് എൻ്റെ ഷോപ്പറിൽ നിന്ന് ഒരു പാത്രം അങ്ങ് അവരുടെ ഷോപ്പറിലോട്ട് വെച്ച് ചേച്ചി അങ്ങ് പോയി. ഇനിയിപ്പം വണ്ടി വരുമ്പോഴത്തേക്ക് ഇറങ്ങി വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഒന്ന് എടുത്ത് നോക്ക്, എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന്. ഞാനങ്ങനെ ഇപ്പോൾ എടുത്തപ്പം കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നല്ല വെയിറ്റൊക്കെ ഉണ്ട്. എടുത്തുകൊണ്ട് നടക്കണമെന്ന് അറിയില്ല. നമ്മുടെ അടുപ്പ് എവിടെയാണെന്ന് അറിയില്ലല്ലോ. ചിലപ്പം കുറച്ച് നടക്കേണ്ടി വരും, ചിലപ്പോൾ നടക്കണ്ട. ആ വണ്ടി അവിടെ തന്നെ വരുമായിരിക്കും. ഇനിയിപ്പോൾ അവിടെ ചെന്നാലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം വണ്ടി ഇപ്പം ഉടനെ വരുമെന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഞാനങ്ങനെ വണ്ടിക്ക് കാത്തിവിടെ നിൽക്കുകയാണ്. ഇപ്പം 2:30 ആയില്ല, ഒരു 2:15 ആയതേ ഉള്ളൂ. 2:30ക്കാണ് പോണത്.
എല്ലാം റെഡിയായി അവിടെ ഇങ്ങനെ നിന്നപ്പോൾ കാണാം അമ്മ പറഞ്ഞു, നീ കൊണ്ടുപോകുന്ന പേഴ്സ് അത് കൊണ്ടുപോയാൽ ശരിയാവില്ല, അതിലെ പേഴ്സും ഫോണും എല്ലാം കൂടെ പിടിക്കുമ്പം എല്ലാം കൂടെ കളഞ്ഞു പോകും, അതുകൊണ്ട് തൂക്കിയിടുന്ന ഒരു പേഴ്സ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിലൊരു ബാഗ് പോലുള്ള ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. അതിലുള്ള കുറച്ച് കിടുപിടികളൊക്കെ അമ്മയുടെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതെനിക്ക് തന്നു. പക്ഷെ അത് ഉള്ളതുകൊണ്ട് അത് നല്ലതാണെന്ന് തോന്നി. ഞാനങ്ങനെ എൻ്റെ പേഴ്സിലിരുന്ന പൈസയൊക്കെ എടുത്ത് അതിലോട്ടൊക്കെ വെച്ചു. പക്ഷെ അത് കിട്ടിയപ്പോൾ അത് കൊള്ളാൻ തോന്നി. ആദ്യം എനിക്കതങ്ങനെ ഇത് പോയില്ല. മറ്റേത് പേഴ്സും ഫോണും എല്ലാം കൂടെ ആകുമ്പം എന്തായാലും ഏതെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയേനെയായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് ഇത് നല്ലതായി. പേഴ്സിനകത്ത് ഫോണും ഇരിക്കും, എല്ലാം കൊണ്ട് നല്ലതാണ്. ഇതുപോലെ തൂക്കി പിടിക്കുകയും ചെയ്യാം, കയ്യിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. വണ്ടിയിൽ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ വന്നു ഇപ്പം നമ്മൾ ശ്രീകണ്ഠേശ്വരത്താണ് നമുക്കിപ്പം കിട്ടിയത്. അവിടെ വന്നു അടുപ്പൊക്കെ വാങ്ങി കൂട്ടി, പിന്നെ തിരളിക്കുള്ളതെല്ലാം കുഴച്ച് വെച്ചു. അങ്ങനെ കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് നമ്മളിപ്പോൾ ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. പൊങ്കാലയ്ക്ക് അപ്പോഴത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചു. അതുകൊണ്ട് ഇനി ധൃതി വെക്കാനൊന്നുമില്ല. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമാണ്. അവിടെ കയറി തേങ്ങയൊക്കെ അടിച്ചു തൊഴുതു. എന്നിട്ട് നമ്മൾ ശ്രീകണ്ഠേശ്വരത്തേക്ക് പോകാനുള്ള വഴിയൊരു സംശയം, ആ രീതിയിൽ അവിടെ നിൽക്കുവാണ്. പിന്നെ ആരടുത്തോ ചോദിച്ചു, അങ്ങനെ അവർ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അമ്പലത്തിൻ്റെ നടയിലുള്ള പൊങ്കാല ഇടാനുള്ള ആൾക്കാരാണ് ആ കാണുന്നത്. എനിക്ക് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 8:30 മണിയായിട്ടുണ്ട്. ഞങ്ങൾ എല്ലായിടവും ഒന്ന് കറങ്ങിയൊക്കെ കണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും എല്ലായിടത്തും പോയായിരുന്നു. അവിടെയൊക്കെ പോയിട്ടൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. കുറേ നമ്മുടെ അടുപ്പാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. കലവും ചട്ടിയൊക്കെ എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. എൻ്റെ അടുപ്പാണ് ആ ഇഡ്ഡലി പാത്രം ഇരിക്കുന്നത്. അപ്പോൾ അതിൽ തിരളിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കലങ്ങളിൽ പൊങ്കാലയും പായസത്തിനും ഉള്ളതാണ്. ഇപ്പം 8:30 മണി ആയതേ ഉള്ളൂ. വെയിലായി തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാല സമയത്ത് ഭയങ്കര വെയിലാണെന്നാണ് തോന്നുന്നത്. അതും പറഞ്ഞാണ് ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പത്തേകാലായപ്പം തീ കത്തിച്ചായിരുന്നു. ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എൻ്റെ കൂടെ വീഡിയോ എടുക്കാനൊന്നും ആളില്ലല്ലോ, ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് പൊങ്കാലയൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് പൊങ്കാലയൊക്കെ ഇട്ടു. പായസവും തിരളി ഒരു ട്രിപ്പൊക്കെ ഇറക്കി. ഇനി ഒരു ട്രിപ്പ് തിരളി അടുപ്പിത്തിരിക്കുകയാണ്. അങ്ങോട്ടുള്ളവരെല്ലാം പൊങ്കാലയൊക്കെ ഇട്ടിട്ട് മാറി, വെയിലത്തു നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. പിന്നെ ഈ തിരളി മണ്ടപ്പുറ്റുമൊക്കെ ഉണ്ടാക്കാനുള്ളവരാണ് പിന്നെ ഈ തീയൊക്കെ കത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ കുറേയൊക്കെ ഉണ്ടാക്കി വെയിലത്തു നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് സഹിക്കാൻ വയ്യാത്ത വെയിലായിരുന്നു കേട്ടോ. തലയിൽ തോർത്തൊക്കെ ഇട്ട് നിന്നുകൊണ്ടാണെങ്കിലും ഈ ചൂടും വെയിലിൻ്റെ ചൂടും ഒക്കെ ആയപ്പോഴത്തേക്ക് ആകെ ഇതായി. രാവിലെ നല്ല ഗെറ്റപ്പിലൊക്കെ ഒരുങ്ങിയൊക്കെ വന്നതാണ് കേട്ടോ. ഇപ്പം നിൽക്കുന്ന കോലം കണ്ടോ, ഭയങ്കര വെയിലൊക്കെ അടിച്ച് ആകെ തളർന്ന്. എൻ്റെ മണ്ടപ്പുറ്റാണ് ഇപ്പം അടുപ്പിലിരിക്കുന്നത്. നല്ല വെയിലും ഉണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു, ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ചോറിന് പോയേക്കുവാണ്. എൻ്റെ കൂടെ നിന്നവരൊക്കെയാണ് എനിക്ക് ചോറും എല്ലാം വാങ്ങിക്കൊണ്ട് തന്നത്. കാരണം എനിക്ക് ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് പോയി മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവരാണ് എല്ലാം വാങ്ങിക്കൊണ്ടൊക്കെ തന്നത്. ഇപ്പം എൻ്റെ മണ്ടപ്പുറ്റൊക്കെ വെന്തു. ഞാൻ ഒന്ന് തുറന്നു നോക്കി, അപ്പോൾ വെന്തതുപോലൊക്കെ തോന്നി. അപ്പോൾ എൻ്റെ കൂടെയുള്ള മാമി പറഞ്ഞ്, നീ ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞ്. അപ്പോൾ അതിനിപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഞാനതൊരു സ്പൂണ് വെച്ചൊന്ന് പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കി. അപ്പോഴും നല്ലപോലെ വെന്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ തുറന്ന് നോക്കിയപ്പോഴേ പുറമേ തന്നെ നമുക്കത് വെന്തതായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാനതിനെ അടച്ചു വെച്ചു. ഇപ്പം നേദ്യത്തിനുള്ള ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നേദിക്കാറായി.
അങ്ങനെ പൊങ്കാല നേദ്യമൊക്കെ കഴിഞ്ഞു. നേദിക്കുന്ന സമയത്തും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് നേദിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലാം പറക്കി ഷോപ്പറിൽ വെച്ച് വണ്ടിയിൽ കയറ്റുന്ന ആ വെപ്രാളത്തിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെ വണ്ടിയെ പോലെ വേറെയും പല പല വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ റോഡിൽ തിരക്കാവും. അങ്ങനെ പെട്ടെന്ന് നമ്മൾ മാറണം. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ വെയിലത്ത് നിന്ന് ആകെ തളർന്നിരിക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിയാൽ മതി. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉള്ളവരെല്ലാം വണ്ടിയിൽ കയറി പോകാനുള്ളതൊക്കെ പോയി. അതുകൊണ്ട് ഇവിടെയൊക്കെ ആദ്യമേ നേദിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ താമസിക്കും. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ഉള്ളതെല്ലാം നേദിച്ച് എല്ലാവരും വീട്ടിലൊക്കെ പോയി എന്ന് തോന്നുന്നു. അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.